തിരുവനന്തപുരം സ്വദേശി ഗോപി, ഭാര്യ പ്രസന്ന, മകൻ അഭിലാഷ് എന്നിവർ ചേർന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് തിരുപ്പതി ഫൈനാൻസ് എന്ന പേരിൽ ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നത്. 100 രൂപയ്ക്ക് 10 രൂപ പലിശ എന്ന നിരക്കിലായിരുന്നു പണം നൽകൽ, അതായത് 120% പലിശ. എന്നാൽ മുതലും പലിശയും തിരിച്ചു നൽകിയാലും പണയ സാധനങ്ങൾ വിട്ടുകൊടുക്കാറില്ലെന്ന് പരാതിക്കാർ പറയുന്നു. എതിർക്കുന്നവരെ വീട് കയറി ആക്രമിക്കും. ഇവർക്കെതിരെ 14ഓളം കേസുകൾ തിരുവനന്തപുരത്തെ പല സ്റ്റേഷനുകളിലായി നിലവിലുണ്ട്. തിരുപ്പതി എന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നും കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. നിരവധി കേസുകളിലായി കോടതി ജാമ്യം നിഷേധിച്ചിട്ടും പോലീസ് ഇവരെ പിടികൂടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 10-15 കേസ് പല സ്റ്റേഷനിലായിട്ട്, ഫോർട്ട് സ്റ്റേഷനിലുണ്ട്, പൂജപ്പുര സ്റ്റേഷനിലുണ്ട്. ആ പ്രസന്നം ഉണ്ടായിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഗോപിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. അറസ്റ്റ് വാറണ്ടുണ്ട്, ഫോർട്ട് സ്റ്റേഷനിൽ ഗോപിക്കെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുന്നു, എന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. ഗോപിയും അഭിലാഷും വീട്ടിലില്ലെന്നും പ്രസന്നയ്ക്ക് ജാമ്യം ഉണ്ടെന്നുമായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത്. ഗോപിയും അഭിലാഷും ഇപ്പോൾ ഇവിടെ ഇല്ല. ഈ പ്രസന്ന ഉണ്ട്. ഈ പ്രസന്ന പേരിൽ FIR എടുത്തിട്ടുള്ളത്, ജാമ്യം എടുത്തിട്ടുണ്ടെന്ന് ഈ ചോദിച്ചെടുത്ത് പൂജപ്പുരയും കോർട്ടിലുമൊക്കെ ജാമ്യം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല. പിന്നീട് വീട്ടിൽ ഒളിച്ചിരുന്ന ഗോപിയെയും അഭിലാഷിനെയും പോലീസ് പിടികൂടി. ഭാര്യ പ്രസന്നയെയും ഇവരോടൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വള്ളക്കടവ്, പോത്തൻകോട്, മുക്കോലക്കൽ എന്നിവിടങ്ങളിലെല്ലാം ഇവർ ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നു. ഈ സ്ഥലങ്ങളിൽ നാട്ടുകാരുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്ന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയായിരുന്നുവെന്നും പരാതിക്കാർ പറയുന്നു. മീഡിയ 1 തിരുവനന്തപുരം.